ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പൂരിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയല്ല, ഒരു വ്യത്യസ്തമായ പൂരി. ബ്രെഡ് കൊണ്ടാണ് ഞാനിന്ന് പൂരി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വേഗം കണ്ടാലോ. അപ്പം നമ്മുടെ ബ്രെഡ് പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് ആട്ടയാണ്, ഗോതമ്പ് പൊടി. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സ്പൂൺ റവയാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സ്പൂൺ തൈരാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിനി പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ പൂരി ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂരി റെഡിയായി. ഇവിടെ ഇരിക്കട്ടെ. നമുക്കങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മാവിരിപ്പുണ്ട്. ആദ്യം നമുക്ക് ഇത്രയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൂരി റെഡിയായി. ഇനി നമുക്ക് അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോകളും കിട്ടും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.